ഞാൻ വേദന കൊണ്ട് പൊളയുക. അപ്പം ഈ ഇൻവിജിലേറ്റർ പറയാ ഇത് തേനീച്ചൊന്നല്ല, തേനീച്ച കിടന്നില്ല, വേറെന്തോ സംഭവം, അല്ലെങ്കിലേ ഞാൻ ഇവിടെ ചത്തിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ പാതി ജീവനും കൂടെ പോയി. ഞങ്ങൾക്ക് അവിടെ ഒരു അടുത്തൊരു ഹോസ്പിറ്റൽ, ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഹോസ്പിറ്റലുണ്ട്. എന്നിട്ട് ഞാൻ നോക്കുന്നത് അവിടെ നഴ്സുമാർ ആരുമില്ല, ഡോക്ടേഴ്സ് ആരുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, എന്നിട്ട് എന്താ ചെയ്തെന്ന് വെച്ചാൽ വേറൊരു ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പറഞ്ഞ് അമ്മേനൊക്കെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അമ്മയൊക്കെ കാരണം വലിയ സീരിയസ് കണ്ടീഷൻ ഉണ്ടെങ്കിലാണ്, കാരണം അമ്മേൻ്റെ ഇതിൽ അടുത്ത ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുപോകാതെ വേറെ ഹോസ്പിറ്റൽ കൊണ്ടുമ്പോൾ അമ്മേൻ്റെ വിചാരം എന്താ എന്തോ സീരിയസ് ആയിട്ട് പറ്റിയിരുന്നു. അപ്പോൾ അമ്മേൻ്റെ കിളി അപ്പം തന്നെ പോയി, പകുതി മുക്കാൽ കിളി അമ്മേൻ്റെ അപ്പം തന്നെ പോയി. കാരണം അമ്മ കരഞ്ഞ് അമ്മയ്ക്കൊരു ഇതില്ലാതായി. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അപ്പം തന്നെ എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറാൻ തുടങ്ങി. എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറാൻ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറാൻ തുടങ്ങുന്നുണ്ട്, എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ വിളിച്ചോണ്ടിരിക്കുന്ന ആൾ പറഞ്ഞു, ഇതൊക്കെ എന്ത് പണ്ട് എൻ്റെ വായിൽ എന്തോ പറയുന്ന സമയത്ത് തേനീച്ച എത്ര തേനീച്ചാൽ വായിൽ കയറിയിട്ട് ഞാൻ അന്ന് ഞാൻ തത്തുപോയിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന കണ്ടില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷേ ഇങ്ങനെയൊക്കെ വരുമ്പം എന്താ പറയുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായി ഇപ്പോൾ എനിക്ക്. കാരണം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചത്തുന്നോട്ട്, കാരണം എൻ്റെ കണ്ണിൽ ഇരുട്ടായിട്ട് ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ തന്നെ എന്നെ ക്ലീൻ ചെയ്യിപ്പിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, ക്ലീൻ ചെയ്ത് ഇൻഫെക്ഷനൊക്കെ ആവാതിരിക്കേണ്ടി ഇനി ഇഞ്ചക്ഷൻ കുറേ തന്നു, മനുഷ്യൻ ചത്തു. അങ്ങനെ കുറേ ഇഞ്ചക്ഷനൊക്കെ തന്നിട്ട് അപ്പോൾ തന്നെ അമ്മ വന്നു. അവിടെ തന്നെ അപ്പച്ചൻ അമ്മച്ചി ഉണ്ടായിരുന്നു, കാരണം വെച്ചാൽ അവർക്ക് അത് ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ പൊന്നൊക്കെ ഓടിപ്പോയിട്ട് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നിട്ട് അമ്മ ഓടി, അമ്മ കരച്ചില്, കാരണം അമ്മേൻ്റെ ഇതിൽ അവർ പറഞ്ഞെന്താ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നല്ലേ. അപ്പം എന്താ അടുത്ത ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുപോകുന്നില്ല. അമ്മയ്ക്ക് അറിയില്ലല്ലോ അവിടെ എന്തോ റൗണ്ട്സ് എന്തെങ്കിലും പോയിട്ട്, അമ്മയ്ക്ക് അറിയില്ലല്ലോ എന്തുകൊണ്ട് ഡോക്ടേഴ്സ് ഇല്ലാന്ന് അറിയില്ലല്ലോ. അപ്പോൾ എനിക്കും അറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായി. അമ്മ വന്ന് ഇങ്ങനെ കാര്യത്തിൽ വിളിച്ചു. പക്ഷേ എനിക്ക് ഇപ്പോഴും ഉണ്ടല്ലോ പറക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ഇങ്ങനെ എന്താ പറയുക വെട്ടാളിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ അതിലേക്ക് പോയില്ല, ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ട്രോമറ്റൈസ് ആയി പോയി. ഞാൻ ആ സംഭവം കാണുമ്പോൾ തന്നെ ഞാൻ ഓടും, അത്രയ്ക്കും എനിക്ക് പേടിയായി ഗൈസ്. അപ്പം ഫൈനൽ എക്സാമിനും അത് 10th എക്സാമിന് ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് ആ ബിൽഡിങ് ഫുള്ളി ഞാൻ നശിപ്പിച്ചു, അമ്മത് കരച്ചില്ല. എന്നിട്ട് എന്നെ ഇപ്പോഴും പഴയ പ്രിൻസിപ്പൾ എന്ന് പറയും, അതാ കോളേജിൽ കുത്തി വരുന്നെന്ന് പറയും. അങ്ങനെയായിരുന്നു. എന്നിട്ട് അന്ന് ഞാൻ മസ്കാരൊക്കെ ഇട്ട് വാട്ടർ പ്രൂഫ് അല്ലായിരുന്നു, കണ്ണൊക്കെ ഒലിച്ച് പയ്യേക്ക് ഞാൻ പിന്നെ ചിന്തിച്ച സമയത്ത് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് കരഞ്ഞാൽ മതി എന്താ നമുക്ക്. എന്നിട്ട് അവിടെ പിന്നെ എന്താ പറയുക, ലാസ്റ്റ് എക്സാം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഫസ്റ്റ് എക്സാം എനിക്ക് അങ്ങനെ മലയാളം തന്നെയായിരുന്നു. എനിക്കത് ടൈം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചായിരുന്നു. പക്ഷേ അതിന് A+ കിട്ടി, എനിക്കറിയില്ല. ഞാൻ എഴുതി, പക്ഷേ ലാസ്റ്റ് ക്വസ്റ്റൻസ് അങ്ങനെ വിവരിച്ച് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഞാനത് എഴുതി. അതുപോലെ തന്നെ ലാസ്റ്റ് എക്സാം ആയ മലയാളത്തിൽ എനിക്ക് ഇങ്ങനെ തരാം അനുഭവം. 2 എക്സാം ഞാൻ കരഞ്ഞിട്ടാണ്, തുടക്കത്തിന് എക്സാം കരഞ്ഞു, അവസാനത്തെ എക്സാം ഞാൻ കരഞ്ഞു, എന്നിട്ടാണ് ഇറങ്ങിയത്. അപ്പം ഇത്രയും മനോഹരമായ ഒരു അനുഭവം എനിക്ക് ആ സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട്, അതും ഫൈനൽ എക്സാമിന്. സോ ഇതാണ് എൻ്റെ കഥ, എൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം. സോ ഞാൻ പോട്ടെ, ഹോസ്പിറ്റലിൽ പോയ സമയമായി. ബൈ.